ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഡെയിലി വ്ളോഗൊന്നും എടുത്തിട്ടില്ല. രാവിലെ മോർണിംഗിൻ്റെ ഒരു പഠനത്തെക്കുറിച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാവരും പഠിക്കുക. രാവിലെ മോർണിംഗ് എഴുന്നേക്കാൻ പറ്റുന്നവരെല്ലാം മാക്സിമം എഴുന്നേക്കുക. അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിന് നമുക്ക് എപ്പോഴും ഒരു ഹാർഡ് വർക്ക് പേസ് ഓഫ് ആണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴായാലും നമുക്കതിനൊരു റിസൾട്ട് ഉണ്ടാവും. അതുപോലെ നിങ്ങൾ പഠിക്കുക, നെഗറ്റീവ്സൊക്കെ കളയുക. ഇതുവരെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള എക്സാംസിന് നല്ലതായിട്ട് പഠിക്കുക. അപ്പോൾ ഒരുവിധം എല്ലാ എക്സാംസിനും ഒരേ പ്രിലിംസിന് വരുന്നതായാലും ഇപ്പം ഒരു മെയിൻസിൻ്റെ എക്സാം ആയാലും നമുക്ക് ഒരു ടോപ്പിക്സ് നമുക്കറിയാം. ഇത്രത്തോളം ടോപ്പിക്സ് സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു സിലബസ് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു പോവുക. SCRT NCRT കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ പറ്റുവാണെങ്കിൽ റാങ്ക് ഫയൽസ് അതിനോട് ഒപ്പം തന്നെ കൊണ്ടുപോവുക. മാത്സും ഇംഗ്ലീഷും മലയാളം അതിനോട് ഒരുമിച്ച് തന്നെ കൊണ്ടുപോയി പഠിക്കുക. കറണ്ട് അഫേഴ്സ് മസ്റ്റായിട്ട് ഇനി തൊട്ട് അങ്ങോട്ടും എല്ലാ എക്സാംസിനും ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ ഓരോരോ കോർ ഏരിയാസ് എല്ലാം നമ്മൾ കൈവിട്ട് കളയാതെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു ജോലി എപ്പോഴായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു 3 മണിയായപ്പോൾ എഴുന്നേറ്റു. രാവിലെ ഉള്ള പഠനത്തിൻ്റെ കാര്യം മാത്രമേ പ്രിപ്പയർ ചെയ്തുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഞാൻ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഒരു ഉറക്കവും പോവും. നമ്മുടെ ആ ഒരു ഷെഡ്യൂളൊന്ന് എഴുതാമെന്ന് കരുതി അങ്ങനെ ഒന്ന് എഴുതി വെച്ചു കേട്ടോ. അപ്പം രാവിലെ ഞാൻ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൻ്റെ. അങ്ങനെ എടുത്തിട്ട് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ഒരു ദിവസം എത്രത്തോളം ഇരിക്കാൻ പറ്റുന്ന അറിയില്ല, എന്നാലും രാവിലെ എഴുതി വെച്ചിട്ടുണ്ടെല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു NCRTയുടെ ടോപ്പിക്കാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കുക. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പുതിയൊരു ചാപ്റ്റർ എടുക്കുന്നതാണോ അല്ലെങ്കിൽ റിവിഷനാണോ നിങ്ങൾക്ക് പറ്റിയൊരു ടൈമെന്ന് രാവിലെ നോക്കുക. അപ്പോൾ മോർണിംഗ് എഴുന്നേൽക്കുന്നവരുടെ കാര്യമാണ്. മാക്സിമം നമുക്ക് ഉറക്കം വന്നാലും അല്ലെങ്കിൽ ഒരു ക്ഷീണം വന്നാലും നമുക്ക് മാക്സിമം കവറപ്പ് ചെയ്യാൻ നോക്കാം. കാര്യം എന്താ, റിവിഷൻ ചെയ്യുന്നെങ്കിൽ അങ്ങനെ നമുക്ക് കവറപ്പ് ചെയ്ത് പോകാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അല്ലേ. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പം റിവിഷൻ ചെയ്യുന്നവരാണെങ്കിൽ ബെസ്റ്റ് ടൈമാണ്. അപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റീകോൾ ചെയ്തെടുക്കുന്ന സമയമാണ്. അപ്പോൾ മാക്സിമം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ഇരിക്കുക. ചിലപ്പം മാക്സിമം കുറച്ച് കൂടിപ്പോലെ 1 മണിക്കൂറൊക്കെ മതിയായിരിക്കും നമ്മുടെ റിവിഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ടോപ്പിക്സ് എടുത്ത് ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ മോർണിംഗിൽ അങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ റിവിഷനാണ് നോക്കിയത്. NCRTയുടെ ഒരു ചാപ്റ്ററാണ് എടുത്ത് നോക്കിയത്. അപ്പം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം നമ്മൾ പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം പഠിക്കുക. നോട്ട്സ് പ്രിപ്പറേഷനൊന്നും ടൈമില്ലാത്തവർ മാക്സിമം ടെക്സ്റ്റൊക്കെ മേടിച്ച് തന്നെ പഠിക്കുക. അതിന് പറ്റാത്തവരൊക്കെ ഇതുപോലെ നമ്മുടെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ നോക്കിയാൽ നോട്ട്സിൻ്റെ PDF കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക, നോട്ട്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു വഴികളില്ലാത്തതായിട്ടൊന്നുമില്ല നമുക്ക് പഠിക്കാനായിട്ട്. മാക്സിമം നിങ്ങൾ കിട്ടുന്ന വഴികളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം നമ്മൾ പഠിക്കുക, എഫേർട്ട് കൊടുക്കുക കേട്ടോ. ഓരോ മന്ദിരിൽ നമ്മുടെ പേരുണ്ടെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യമണിയിൽ നമ്മുടെ പേരുണ്ടെന്ന് പറയത്തില്ല, അതുപോലെ നമ്മുടെ എഫേർട്ടിന് നമുക്ക് എന്തായാലും ഒരു ഫലം നമുക്ക് കിട്ടിയിരിക്കും. മാക്സിമം നിങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഹാർഡ് വർക്കാണുള്ളൂ ഇതിനുള്ളൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾ പഠിക്കുന്ന കാര്യം മാത്രം നോക്കുക. എവിടെ നമ്മൾ ഒരു ഫംഗ്ഷന് പോയാലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയാലോ ഒക്കെ വീണ്ടും തിരിച്ചെത്തി നമ്മൾ ആ പഠനത്തിലോട്ട് തന്നെ പോവുക. നമ്മൾ ഇത്രത്തോളം പഠിക്കാനുണ്ട് എന്നൊരു കാൽക്കുലേഷൻ എന്നും കൊണ്ടുവരിക, കൺസിസ്റ്റൻസി കൊണ്ടുവരിക. ഇന്നൊന്ന് എക്സാംസൊക്കെ എഴുതി വെക്കുക കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടൊരു NCRTയുടെ ഒരു ക്ലാസ്സാണ് എടുത്ത് കണ്ടത്. നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ക്ലാസ് കാണുക. നമുക്കിപ്പം സൊല്യൂഷൻസിനൊന്നും ഒരു ഇതുമില്ല. നമുക്ക് എവിടെ നിന്നൊക്കെ സോഴ്സ് കിട്ടുമോ അതെല്ലാം നമുക്ക് നോക്കാവുന്നതായിരിക്കും. അപ്പം രാവിലെ ഞാനൊരു 6 മണി വരെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ഓക്കെ, ബൈ.